لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ചോൻ ഏത് നീയത്ത് ഉദ്ദേശിച്ചിട്ടാണോ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, അത് പൂർണ്ണമായി നിർവഹിക്കാനും അതിന്റെ ലക്ഷ്യത്തിലെത്താനുള്ള എല്ലാ സൗഭാഗ്യവും പടച്ചോൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, നമ്മളെ ഈ ഒരു GIO എന്ന കൂട്ടായ്മ നമ്മളിവിടെ ഖുർആന്റെ പേരിൽ ഖുർആനിന് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സമയം ഖുർആനിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ ഉത്തമരാണ്, അല്ലെങ്കിൽ നമുക്ക് ഉത്തമരാവാൻ കഴിയും, ഖൈറു ഉമ്മത്താവാൻ കഴിയും എന്നുള്ളതിനുള്ള ഒരു വലിയൊരു അടയാളാണ്. നമ്മളൊന്ന് പിറകോട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഇറങ്ങിയ മാസം ഏറ്റവും ഉത്തമമായ മാസമാണ് അല്ലെ, റമദാൻ. ഖുർആൻ ഇറക്കിയ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളിൽ ഏറ്റവും ഉത്തമനാണ്. ഖുർആൻ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് എത്തിച്ച പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നോക്കുമ്പോൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, അതായത് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ് അല്ലെ. മുദരിബമാരിലൂടെയും പേഴ്സണൽ ഫോളോ അപ്പിലൂടെ ഒക്കെ നമ്മൾ എന്താണ് ഹിഫ്ള് പഠിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ വഴി, അല്ലെങ്കിൽ ഇതിലോട്ടേക്ക് എത്താനുള്ള നമ്മളെ തടസ്സങ്ങൾ, ഇതൊക്കെ മാറ്റുക, അല്ലെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് യഹ്യ സിൻവാർ മരിക്കുന്ന സമയത്ത് മക്കളോട് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം യഹ്യ സിൻവാറിന്റെ വസിയ്യത്ത് പുറത്തു വന്നിട്ടുണ്ടായി. അപ്പം ആ വസിയ്യത്തിലുള്ള ഒരു സെന്റൻസ് ആണെന്ത്, ഇന്നൽ ഖുർആന ഹുവ സബാത്തുൽ ലിന്നഫ്സ്. ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആത്മാവിനെ ഉറപ്പിച്ചു നിർത്തുന്നു. അതായത് ജീവിതത്തിൽ എന്ത് ഇടങ്ങേറുകൾ വന്നെത്തിയിട്ടുണ്ടെങ്കിലും അവിടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കേൾപ്പ് തരുന്നത് ഖുർആനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ജീവിതത്തിലോട്ടേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത്, നമ്മളെ GIO പ്രായം നോക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഒരു കുട്ടി സ്റ്റുഡന്റ് ആയിരിക്കും. അതായത് ഇപ്പം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം, അവരുടെ കോളേജ് കഴിഞ്ഞോ അല്ലെങ്കിൽ സ്കൂള് കഴിഞ്ഞോ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളായി, അല്ലെങ്കിൽ എന്താണ് വീട്ടിലിരിക്കുന്ന ഹോം മേക്കർ ആവണം. അഥവാ മക്കളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മക്കളെ പോറ്റിക്കൊണ്ട് അവരെ തർബിയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്ന ഒരു ഹോം മേക്കർ, ഒരു ഉമ്മ. അല്ലെങ്കിൽ ഒരു ഉമ്മയും അതേ സമയത്ത് എന്താണ് അവരെ പഠിപ്പിക്കാനും അവർക്ക് തർബിയത്ത് കൊടുക്കാനും ഒരു കൈത്താങ്ങും കൂടി ആവാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മളൊരു വളരെ ബിസി ഷെഡ്യൂൾ നയിക്കുന്ന ആൾക്കാരായിരിക്കും. ഏതോ ഒന്നില് നമ്മളെ ഫുൾ എഫേർട്ട് ഇട്ട് നടക്കുന്ന ഒരാളായിരിക്കും. അപ്പം എങ്ങനെ എനിക്ക് ഈ ഒരു സമയത്തും ഖുർആനെ മുറുകെ പിടിക്കാം, എങ്ങനെ ഈ ഒരു സമയത്തും ഖുർആൻ പഠനം നടത്താം, എങ്ങനെ ഈ ഒരു സമയത്തും എനിക്ക് ഹിഫ്ള് പഠിക്കാം, ഇത് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ മനസ്സിൽ എന്തുണ്ടാവണം, നീയത്ത് ഉണ്ടാവണം അല്ലെ. പടച്ചോന് വേണ്ടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും പടച്ചോൻ എന്താണ് എന്നോട് പറഞ്ഞ് എന്നറിയാൻ വേണ്ടിയിട്ടും ഞാൻ ആ ഖുർആനെ തുറന്നു നോക്കി അത് വായിക്കാനും അതിനെ പഠിക്കാനും വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. പടച്ചോനെ കണ്ടുമുട്ടുന്ന സമയത്ത്, അതായത് ഇന്നക്കും തറൗന ഹാദൽ ഖമർ, അതായത് ഈ ഒരു ചന്ദ്രനെ, ഈ ഒരു പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ കണ്ടുമുട്ടുന്ന സമയത്ത് പടച്ചോനെ നിന്റെ ഖുർആൻ എൻ്റെ മനസ്സിലുണ്ട്, നിന്റെ ഖുർആനെ ഞാൻ പരമാവധി പ്രാവർത്തികമാക്കാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ ഒരു ജേണി തുടങ്ങാൻ. അപ്പം ഫസ്റ്റ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? ദുആ ആണ്. ബിക്കോസ് പടച്ചോന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യം തുടങ്ങാനും ഈ ഒരു കാര്യത്തിൽ നിലനിൽക്കാനും കഴിയുള്ളൂ. ഹിഫ്ള് പഠിക്കുന്നതിലാവട്ടെ, തഫ്സീർ പഠിക്കുന്നതിലാവട്ടെ, അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പഠനങ്ങളിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിലും പടച്ചോന്റെ തൗഫീഖ് ഉണ്ടാവണം. നമുക്കറിയാം ഫിത്നകൾ കൂടിയ, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഖുർആനിൽ നിന്ന് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കൂടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഡിസ്ട്രാക്ഷൻസിൽ ഏർപ്പെടാൻ പറ്റിയിട്ടുള്ള മൊബൈൽ ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കൽ ബുദ്ധിമുട്ടായിരിക്കെ തന്നെ ഒരുപാട് ഹാഫിളമാർ ഈ കാലത്തുണ്ട് അല്ലെ.
അവരൊക്കെ എന്ത് ജയിച്ചവരായിരിക്കും, അല്ലെങ്കിൽ എന്ത് കളഞ്ഞ് അവര് ഖുർആനെ പിടിച്ചവരായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സമയം അവർ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ നീയത്ത് ദുആ, ഇനി നമ്മൾ സമയം മാറ്റി വെക്കൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. സമയം മാറ്റി വെക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ബിസി ഷെഡ്യൂളിന്റെ ഇടയിലായിരിക്കുമ്പോൾ സമയം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ പഠിക്കലാണോ, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി മാറ്റി വെക്കലാണോ? ഓക്കെ, എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പഠിക്കാം എന്നാലോചിക്കുന്നതും ഞാൻ അതിനു വേണ്ടിയിട്ട് ഈ ഒരു 15 മിനിറ്റ് അത് എന്ത് സംഭവിച്ചാലും അത് ഖുർആനുള്ള ടൈമാണ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താണ്, ഏറ്റവും നമുക്ക് ഫ്രീ ആവാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഫജറിന് ശേഷമായിരിക്കും, ചിലപ്പോൾ മഗ്‌രിബിന് ശേഷമായിരിക്കും, ചിലപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഒരു 10 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 10 മണിക്ക് ശേഷമായിരിക്കും എന്നിങ്ങനെ ഞാൻ എനിക്കായി, അല്ലെങ്കിൽ എന്താണ് ഖിയാമത്ത് നാളിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഹിസാബിനെ എൻ്റെ കൂടെ നിൽക്കുന്ന, ഖുർആനെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമായിരിക്കും. ചിലപ്പോൾ അത് 15 മിനിറ്റ് ആവാം, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആവാം. പക്ഷെ എന്താണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എങ്ങനെ, അതായത് ഈ നമുക്കൊരു 24 ഹവേഴ്സിൽ നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങിയ ബാക്കിയുള്ള ടൈം നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ ടൈമിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ബറക്കത്ത് ചൊരിയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഏർപ്പെടണം. അതാണ് ഖുർആൻ. അതായത് നമ്മളൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ടൈമിന് വേസ്റ്റ് അല്ല, അല്ലെങ്കിൽ എൻ്റെ ടൈം കളഞ്ഞ് ഞാൻ അതിന് ഇരുന്നിട്ട് എന്ന് നമുക്ക് പറയേണ്ട ഒരു ആവശ്യം വരില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗതികേടും നമുക്ക് ഉണ്ടാവില്ല. അത് ബാക്കിയുള്ള ദിവസം, ബാക്കിയുള്ള പേഴ്സിനെ നമുക്ക് ബറക്കത്ത് നൽകി, അല്ലെങ്കിൽ അതിനൊരു വികാസം നൽകി, അതിലെന്താണ്, ഞാൻ വിചാരിക്കാത്തോളം നന്മ എനിക്ക് കിട്ടി എന്നേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ടൈം നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി നമ്മളിപ്പോ തന്നെ നമ്മളെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ചു വെക്കണം. ഓക്കെ, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അതായത് നമുക്ക് ഓരോരുത്തരും നമ്മൾ വ്യത്യസ്തരാണ്, ഓരോരുത്തർക്കും അവരവരുടേതായ ഷെഡ്യൂൾസ് ഉണ്ടാവും, അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഖുർആന് വേണ്ടിയിട്ട് നമ്മൾ 15 മിനിറ്റ് മാറ്റി വെക്കുക എന്നുള്ളത് നമ്മൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ് ഇൻഷാ അല്ലാഹ് മുതൽ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ ആലോചിക്കാം, ഞാൻ ഏത് ടൈം മാറ്റി വെക്കും, ഞാൻ എപ്പോ ഇരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മുമ്പിൽ ഉണ്ടാവുന്ന ഒരു തടസ്സം എന്താണ്, ഇതിനുള്ള മെത്തേഡ് ആയിരിക്കും. അതായത് ഞാൻ ഇരിക്കുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യണം. നമുക്ക്, ഞാൻ വളരെ ബിസി ആയിട്ടുള്ള, ഞാൻ വളരെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരായത്ത് വെച്ച് തുടങ്ങിയാൽ മതി. ഒരു ദിവസം ഒരു ആയത്ത്. അപ്പൊ നമുക്ക് സൂറത്തുൽ മുൽക്കാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ ആയത്ത്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വട്ടം കേൾക്കുക. അത് നമുക്ക് യൂട്യൂബിൽ മുഹമ്മദ് അസാഫോ അല്ലെങ്കിൽ ഷെയ്ഖ് അൽ അഫാസിയോ അല്ലെങ്കിൽ ആര് ഹുസരി മേഷാവി എന്നിങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരുപാട് ഷെയ്ഖന്മാരുണ്ട്, ഖുർആന്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. അപ്പം ആ ഒരു ഷെയ്ഖിനെ നമ്മൾ തിരഞ്ഞെടുക്കാം. ഈ കേൾക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഖുർആൻ എന്താണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചത് ഓതി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കേട്ട് പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ ഓതും എന്നുള്ളത് നമുക്ക് തജ്വീദ് അറിയില്ലെങ്കിലും കേട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറേ തെറ്റിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. അപ്പം കേൾക്കാം, അത് നമുക്ക് എനിക്ക് ഓതാൻ പറ്റും, എനിക്ക് നോക്കി ഓതാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിലോട്ടേക്ക് എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, അത് കേൾക്കുക. ഈ ആയത്ത് കേട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ആയത്ത് കേട്ടതിന് ശേഷം ഞാൻ ആ നോക്കി ഓതുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓ ഈ വേർഡ് പ്രൊനൗൺസ് ചെയ്യാൻ ടഫ് ഉണ്ട്, അപ്പൊ ഒന്നുകൂടെ ആ ഒരു ഭാഗം ഒന്നുകൂടെ കേൾക്കുക. അങ്ങനെ ഒരു 3 വട്ടം നമ്മൾ നോക്കി ഓതുമ്പം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നോക്കി ഓതുമ്പം തന്നെ ഓക്കെ, ഈ ഒരു ഭാഗം എനിക്ക് കാണാതെ ഓതാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഈ ഭാഗം എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഒന്നുകൂടെ നമ്മൾ കാണാതെ 3 വട്ടം അല്ലെങ്കിൽ 5 വട്ടം, അത് കഴിഞ്ഞ് 7 വട്ടം. നമുക്ക് മൗരിത്താനിയ ആ ഒരു സൈഡിലോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹിഫ്ള് സിസ്റ്റം 50 മുതൽ 150 വരെ ഒരു ആയത്ത് റിപ്പീറ്റ് എന്നുള്ളതാണ്. തിരിച്ച് മിസ്റിലെത്തുമ്പോൾ 20 മുതൽ 50 വരെ, ഈജിപ്തിലെത്തുമ്പോൾ 20 മുതൽ 50 വരെയാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്.
അങ്ങനെ പല മെത്തേഡുകളും ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, ഹിഫ്ദ് പഠിക്കുമ്പം റിപ്പീറ്റേഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന എത്ര കൂടുന്നുവോ അത്രയും നമ്മളെ ഹിഫ്ദ് നിലനിൽക്കും. അപ്പം റിപ്പീറ്റ് ചെയ്യുക. ഈ 3 വട്ടം ഞാൻ നോക്കി ഓതി, എനിക്കൊന്ന് കണ്ണ് പൊന്തിച്ച് അല്ലെങ്കിൽ ഖുർആൻ അടച്ചു വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ആയത്ത് കിട്ടുന്നുണ്ട്. ഇനി അഥവാ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യുക, പിന്നെ ഓതുമ്പോൾ കിട്ടും. 5 വട്ടം ഓതിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 7 വട്ടം ഓതുക, പിന്നെ ഓതുമ്പോൾ കിട്ടും. അങ്ങനെ ആ ഒരു പ്രോസസ്സ്, ഒരു ആയത്തിന്റെ പ്രോസസ്സ്. അങ്ങനെ അടുത്ത ആയത്തിലോട്ടേക്ക് കടന്നു. നമ്മൾ ഒരു ദിവസം ഒരായത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഫജറിന് അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടിയ രാവിലെ ഞാൻ പഠിച്ചു. പിന്നെ എനിക്ക് ളുഹർ നിസ്കാരം ഉണ്ട്. ളുഹർ നിസ്കാരത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം ഒരു 2 വട്ടം ഇരുന്നൊന്ന് നോക്കിയോതാം. അതിനുശേഷം എനിക്ക് അസ്ര നമസ്കാരം ഉണ്ട്. അസ്ര നമസ്കാരത്തിൽ എനിക്ക് ആ പഠിച്ച ആയത്ത് ഓതാം. മഗ്‌രിബിന് എന്ത് ചെയ്യാം, എനിക്ക് അടുത്ത ആയത്തിലോട്ടേക്ക് കിടക്കാം. അല്ലെങ്കിൽ ആ ആയത്തിനെ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് കിടക്കുന്നതിന് മുമ്പ് അതൊന്നുകൂടെ ഓതി കിടക്കാം. അങ്ങനെ ഒരു ദിവസം ഒരു ആയത്ത്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് എന്ത്, ഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖൽ. അതായത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു നല്ല പ്രവൃത്തിയാണ് എന്ത്, കുറിഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തിനെക്കാട്ടി നല്ലത്. അപ്പം അങ്ങനെ എൻ്റെ ഒരു ദിവസം ഒരു ആയത്ത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് പുതിയ ആയത്താണ്, 2ാമത്തെ ആയത്താണ്. ആ ആയത്ത് ഞാൻ ഓതുന്നു, പഠിക്കുന്നു. ആ ആയത്ത് പഠിച്ചതിന് ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യത്തെയും 2ാമത്തെ ആയത്തും ഒരുമിച്ച് കണക്ട് ചെയ്ത് വേണം ഓതാൻ. അതായത് ആദ്യത്തെ ആയത്ത് പഠിച്ചു, 2ാമത്തെ ആയത്ത് പഠിച്ചു. ആ 2ാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യണം, ആദ്യത്തെ ആയത്തിനെയും കൂട്ടി വേണം ഓതാൻ. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമുക്ക് തുടർച്ചയായിട്ട് ഇപ്പൊ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് ആ ആയത്ത് ഓതിയതിനു ശേഷം അടുത്ത ആയത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, ഈ ആയത്ത് ഓതാൻ പറ്റുള്ളൂ. ഓക്കെ. നമസ്കാരങ്ങളിൽ പഠിച്ച ഹിഫ്ളുകൾ ഓതുക എന്നുള്ളതാണ് എന്ത്, ആ ഹിഫ്ളുകളെ നിലനിർത്താനുള്ള ഏറ്റവും വലിയ ആയുധം. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഖുർആന് അല്ലെങ്കിൽ ഖുർആനിലെ ഒരായത്ത് 2 ആയത്ത് ഞാൻ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ ഈ ഒരു ഹിഫ്ളിന്റെ ഈ ഒരു ജേണിയിൽ തുടരുന്ന സമയത്ത് തൊട്ടിപ്പുറത്ത് ഹോസ്റ്റലിൽ നിന്ന് ഹിഫ്ള് പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ അതുമായി നമ്മൾ കമ്പയർ ചെയ്യല് ഒരിക്കലും ലോജിക്കല്ല. ബിക്കോസ് ഹിഫ്ളിനുമായി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ആളും നമ്മളെ അല്ലെങ്കിൽ ജീവിതത്തിനൊക്കെ ഓടുന്നതിന്റെ ഇടയിൽ ഹിഫ്ളിന് വേണ്ടി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുന്നത്, പടച്ചോൻ എന്താണ്, പടച്ചോൻ ഓരോരുത്തരെയും അവരവരെ നീയത്ത്, അവരവര് ജീവിക്കുന്ന സാഹചര്യം, ഇതൊക്കെ നോക്കിയിട്ട് പടച്ചോനാണ് അജറുകൾ തരുന്നത്. നമ്മൾ ആ അജറിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ടിപ്പുറത്ത് ആരെന്ത് പഠിക്കുന്നു എന്നുള്ളത് ഒരു വേവലാതി ആയിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ എന്താണ്, ഈ പഠിച്ചത് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ചിലപ്പോൾ ഒരു ഹിഫ്ള് പഠിച്ച ഒരു ഖത്തം തീർത്തതിനേക്കാൾ ചിലപ്പം പുണ്യങ്ങൾ നേടാൻ പറ്റും. അപ്പം ഒരിക്കലും നമ്മൾ നിരാശരാവേണ്ടതില്ല. എനിക്കിനി ഒരു ഹിഫ്ള് പഠിച്ച് ഫുൾ ഒരു ഖത്തം തീർക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്കിനി ബാക്കിയുള്ള ഹിഫ്ള് പഠിക്കുന്നവരൊപ്പം എത്താൻ കഴിയില്ല എന്നുള്ളത് ആലോചിച്ച് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതോ അല്ലെങ്കിൽ ഈ ഒരു ഹിഫ്ളിൽ നിന്ന് പിന്മാറേണ്ടതോ ഇല്ല. ബിക്കോസ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ നമുക്കറിയാം, സഹാബിമാരുടെ കാലഘട്ടത്തിൽ അവരെന്തായിരുന്നു, ഒരു 10 ആയത്ത് മറികടക്കണം എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരുന്നു, ആ ഹിഫ്ള് പഠിച്ചത് അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അവരടുത്ത ആയത്തിലോട്ടേക്ക് കിടക്കുള്ളൂ എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് സൂറത്തുൽ മുൽക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിയുന്നവനാണ്, അവന്റെ കയ്യിലാണ് എന്ത്, ഈ ലോകത്തിന്റെ എല്ലാത്തിന്റെയും മുൽക്ക്, രാജാധിപത്യം. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിയുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്താണ്, നമുക്ക് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ അതിന് കഴിയും എന്ന് വിശ്വസിച്ചാൽ നമ്മൾ എന്ത് മാറി, നമ്മൾ ഈ ബുദ്ധിമുട്ട് മാറി, നമ്മൾ ഈ പ്രശ്നം മാറി. ഇങ്ങനെ ആവുമ്പം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ നമ്മളെ അഭിമാനബോധം, ഞാൻ മുസ്ലിമാണ് എന്നുള്ള ഒരു അഭിമാനബോധം, അല്ലെങ്കിൽ നമുക്ക് എവിടെയോ തട്ടമിറക്കിയിടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ പോലെ തട്ടമിടാതിരിക്കുമ്പോൾ ഞാൻ മാത്രം എന്താ ഇത്ര മറച്ചിടേണ്ട ആവശ്യം എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരാണ് എന്ത്, അള്ളാഹുവിന് വേണ്ടി നമുക്ക് എന്തും മറികടക്കാം. അപ്പം ആ ഒരു അഭിമാനബോധം നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു പിടിക്കാൻ പറ്റും. എന്തിലൂടെ?
ഖുർആൻ പഠിക്കുന്നതിലൂടെ, ഖുർആന്റെ അർത്ഥം അറിയുന്നതിലൂടെ. ഞാൻ പഠിപ്പിക്കാൻ കയറിയത്, അതായത് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്കൊരു സ്റ്റുഡന്റ് വന്നിരുന്നു. അവർ ഡോക്ടറാണ്, 50 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് 2 വലിയ മക്കളുണ്ട്, കൂടെ ഹസ്ബൻഡിന്റെ ഉമ്മാനെ നോക്കാനുണ്ട്. പക്ഷെ അവരിൽ എനിക്ക് ഏറ്റവും അത്ഭുതം വരുത്തിയ ഒരു കാര്യം, അവർ എൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് 15 ജുസ് ഹിഫ്ള് പഠിച്ചിട്ടുണ്ട്. ഈ 15 ജുസ് ഹിഫ്ള് പഠിക്കുക മാത്രമല്ല, അവര് എത്രയോ വട്ടം ഇതിന്റെ തഫ്സീർ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരെനിക്ക് ഓതിത്തരുന്ന ഇത് ആ അർത്ഥം ആലോചിച്ചിട്ടാണ് എനിക്ക് ഓതിത്തരുന്നത്. ഇവർക്ക് ഞാൻ ഇതുവരെ ഓതിപ്പിച്ചതില് അവര് വളരെ റെയർ ആയിട്ടാണ് അവര് ഹിഫ്ള് തെറ്റിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിനിടക്ക്, ഇത്രയും ഓട്ടത്തിനിടക്ക്, ഇത്രയും 2 മക്കളെ വളർത്തി, ഡോക്ടറാണ്, അവർക്ക് 9 മണി മുതൽ 4 മണി വരെ ഒ പി ഉണ്ട്. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഇവർക്ക് എവിടുന്ന സമയം ഇത്രയും വായിക്കാൻ, എവിടുന്ന സമയം ഹിഫ്ള് പഠിക്കാൻ? ബിക്കോസ് രാത്രി ആകുമ്പോഴത്തേനും അവരെന്തായാലും എനിക്ക് ഒരു സൂറത്ത് കേൾപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 സൂറത്ത് പഠിച്ച് കേൾപ്പിച്ചിട്ടുണ്ടാവും, കൂടെ റിവിഷൻ ഉണ്ടാവും. പക്ഷെ ഇത്രയും തിരക്കിന്റെ അവിടുന്ന് ഇവർക്ക് എവിടുന്ന സമയം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് എനിക്ക് മനസ്സിലായത്, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറ സാധനമല്ല. ബറക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചോൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര തിരക്കുള്ള ആൾക്കും എന്തും പഠിക്കാൻ പറ്റും. എത്ര തിരക്കുള്ള ആൾക്കും പടച്ചോന്റെ തൗഫീഖോട് കൂടി ഹിഫ്ള് പഠിക്കാനും കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു 5 വരി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 വർഷം കൊണ്ട് നമ്മൾ ഹിഫ്ള് പൂർത്തിയാക്കാൻ പറ്റും. 5 വരി, നമ്മൾ ജസ്റ്റ് 1 വരി എല്ലാ ദിവസവും പഠിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് 2 വരിയിലോട്ടേക്ക് കടക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് 3 വരിയിലോട്ടേക്ക് കടക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് അതിന്റെ അർത്ഥങ്ങളിലോട്ടേക്ക് എത്താൻ പറ്റും. അങ്ങനെ അങ്ങനെ നമുക്ക് എന്താണ്, പടിപടികളായിട്ട് കയറാൻ പറ്റും. നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ടൈമിംഗ് ഇല്ല. അതായത് എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് സെറ്റായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്റെ ഹിഫ്ള് തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ ഓരോ പെർഫെക്റ്റ് ഡേ അല്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെ പെർഫെക്റ്റ് ആക്കുന്നത് എന്താണ്, ഖുർആനാണ് എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് തുടങ്ങാം. ചിലപ്പോൾ ഇന്നൊരു ദിവസം നിങ്ങൾ ഒരുപാട് തിരക്ക് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഇന്ന് നിങ്ങൾ ഒരു വട്ടെങ്കിലും നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ ആയത്ത് എന്ത് ചെയ്യണം, ഖുർആനെ നോക്കി ഓതണം. അതിന്റെ അർത്ഥം ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അങ്ങനെ ഈ ഒരു ദിവസം തുടക്കാക്കുക. 2ാമത്തെ ദിവസം പടച്ചോൻ പറക്കത്ത് തരും, പടച്ചോൻ നിങ്ങൾക്ക് സഹായം തരും, നിങ്ങൾക്കത് പഠിക്കാനുള്ള. ഓക്കെ, ഇങ്ങനെ പടച്ചോനിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് നമ്മളെ ഈ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ജേണി തുടങ്ങാം. നമുക്ക് സൂറത്തുൽ ബഖറന്റെ ആദ്യത്തെ ആയത്തുകളിലെ ഒരു ആയത്ത് ഇങ്ങനെയാണ്, എന്ത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമുന അസ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ. യുഅ്മിനൂന ബിൽ ഗൈബ്, അള്ളാഹു ആണ് എന്ത്, നമ്മളെ ജീവിതവും നമ്മളെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ചവൻ അല്ലെ. ആ അള്ളാഹു നമ്മളൊരു കാര്യം, ഒരു നീയത്ത്, ഒരു സത്യമായ നീയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തരാൻ വേണ്ടി പടച്ചോൻ എന്ത് ചെയ്യും, പടച്ചോൻ നമുക്ക് ജീവിതത്തിൽ തൗഫീഖ് തരും, ബറക്കത്ത് തരും. എന്നിങ്ങനെ നമുക്ക് എന്താണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ആ പടച്ചോനാണ് എന്ത് നമുക്ക് ഈ ഒരു വാഗ്ദാനം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നെ ഓർക്കാനായിട്ട്, പടച്ചോനെ ഓർക്കാനായിട്ട് എന്താണ്, പടച്ചോന് ഈ ഹിഫ്ള് പഠിക്കലായാലും ഈ ഖുർആൻ ഓതലായാലും ഒക്കെ ഈസി ആക്കി തന്നിട്ടുണ്ട്. അതാണ് എന്ത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ദിക്റിന് വേണ്ടിയിട്ട്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഖുർആന് പാരായണായാലും ഹിഫ്ള് പഠിക്കലായാലും പഠനമായാലും ഇതൊക്കെ പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്, എളുപ്പാക്കി തന്നിട്ടുണ്ട്. ആ എളുപ്പാക്കി തന്ന പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ പറ്റും. അതിനുള്ളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നെടുക്കാം. ഇതിന്റെ ഒരു പര്യവസാനം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ഖിയാമത്ത് നാളെത്തുന്ന സമയത്ത് പടച്ചോൻ പറയും, ഇഖ്റ വറത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ. എന്താണ്, ഇഖ്റ, പാരായണം ചെയ്യ്, വറത്തഖി, നീ ഓതുന്ന ആയത്തിനനുസരിച്ച് ഉയര്, വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ നീ എങ്ങനെയാണോ മാധുര്യമായിട്ട് പാരായണം ചെയ്തത്, അല്ലെങ്കിൽ മാധുര്യത്തോട് പാരായണം ചെയ്തത്, തർത്തിയിലോടുകൂടി പാരായണം ചെയ്തത്, അതുപോലെ നീ പാരായണം ചെയ്യും.
ഇന്ന മൻസിലത്തൊക്കെ സ്വർഗത്തില് നിന്റെ മൻസിലത്ത്, നിന്റെ തട്ട് എവിടെയാണ്? നീ ലാസ്റ്റ് ഓതുന്ന ആയത്തിലാണ്. അതായത് നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകളും, പഠിക്കുന്ന ഓരോ ആയത്തുകളും നമ്മളെ സ്വർഗത്തിലെ ഓരോ തട്ടാണ് എന്നാലോചിക്കാം. ഫിർദൗസിലോട്ടേക്ക് എത്താനുള്ള ഓരോ പടിയാണത്. അങ്ങനെ പടിയായിട്ട് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? നമ്മൾ ചില ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ 3, 4, 5, 6, 7 വട്ടം നമ്മൾ ചിലപ്പം ഖുർആൻ ഓതിയിട്ടുണ്ടാവും. പക്ഷെ ആ ആയത്ത് എങ്ങനെയും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ് നമ്മളവിടെ ആലോചിക്കേണ്ടത്? ഇത് എന്റെ സ്വർഗത്തിലെ ഒരു തട്ടാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിലൊരു പടി ഉയർന്നു. ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ കിട്ടും. അതിലുപരി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഓരോ വാക്കുകൾ, ഓരോ ഹർഫ് പടച്ചോന്റെ അജറുണ്ട് അല്ലെ? ഓരോ ഹർഫുകൾക്ക് അജറുണ്ട്. ആണ് അലിഫ് ഹർഫ്, വലാം ഹർഫ്, ഒമീം ഹർഫ്. അലിഫ് ലാം മീം എന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ അലിഫ് ലാം മീം ഇത് മൂന്നിനും പടച്ചോന്റെ അടുത്ത് എന്തുണ്ട്? അജറുണ്ട്. ഈ അജറ് കിട്ടിക്കൊണ്ടാണ് എന്ത് ഞാൻ ഓരോ വട്ടവും റിപ്പീറ്റ് ചെയ്യുന്നത്, ഞാൻ ഓരോ വട്ടവും ഇതിന്റെ അർത്ഥം പഠിക്കുന്നത്. ഈ അജറിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. ബിക്കോസ് നമുക്ക് ചിലപ്പോൾ എന്താണ് ദുന്യവീപരമായിട്ട് ആലോചിക്കാൻ കഴിയുന്നുണ്ടാവുള്ളൂ. എൻ്റെ 1 മണിക്കൂർ ഞാൻ കളഞ്ഞിട്ടും എന്ത് ചെയ്യാൻ പറ്റിയില്ല, എനിക്കിത് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ചിലപ്പോൾ ഇന്ന് പഠിച്ചിട്ടില്ലെങ്കിലും നാളെ ഒന്നുകൂടെ ഇരിക്കുമ്പോൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പടി ഉയർന്നു. അത്രയും അജർ ചിലപ്പം ഒരു 3 വട്ടം ഓതി അപ്പ തന്നെ കാണാതെ പഠിച്ച ആളെക്കാട്ടും അജർ എന്ത് ചെയ്തു ഈ ആൾക്കുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്ത് അല്ലദീ യഖ്റഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി. അതായത് ഖുർആൻ ഓതുകയും അത് എന്താണ് അതിൽ തപ്പിത്തടഞ്ഞ് എന്ത് ചെയ്യുന്നു ബുദ്ധിമുട്ടുന്ന അവർക്ക് എന്തുണ്ട്? 2 അജറുണ്ട്. ഇനി ഖുർആന് നന്നായി പഠിച്ച മാഹിറായവനോ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആന്റെ അംബാസിഡർമാരാണ് അവര്. അപ്പം അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു അള്ളാഹുവാണ് നമ്മളെ പെണ്ണായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തങ്ങളും നമുക്ക് ചെയ്യാനുള്ള ബാധ്യതകളും എല്ലാം അള്ളാഹ്ക്ക് അറിയാം അല്ലെ? അവിടെ നിന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്ത് ഖുർആന് പഠിക്കാനായിട്ട്. നമ്മളെ തിരക്കുകൾ അറിയാം, നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വയസ്സ് വരെ, ഈ ഒരു സമയം വരെ സജ്ജീകരിച്ചു തന്നിട്ടുള്ളത് ആരാണ്? അള്ളയാണ്. ഇനിയും പടച്ചോൻ നമ്മളെ കാര്യങ്ങൾ ചെയ്തു തരും. ആ പടച്ചോൻ തന്നെ എന്ത് ചെയ്യും? നമുക്ക് ഈ ഹിഫ്ള് പഠിക്കാനുള്ള വഴികളും നമുക്ക് എളുപ്പാക്കി തരും. നമ്മൾ ആലോചിക്കും, എന്ത് എങ്ങനെ ഞാൻ ഹിഫ്ള് പഠിക്കും, ഞാൻ എത്രയും ആയത്തുകൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷെ അവിടെ അള്ളാന്റെ തൗഫീഖ് വരുന്ന സമയത്ത് നമുക്ക് സഹായം. പിന്നെ ഒരു കാര്യം അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പം റൂട്ടീനായിട്ട് ചെയ്തു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പാത്രം കഴുകുക, അല്ലെങ്കിൽ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ചിന്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ആ കാര്യത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇന്ന് പഠിച്ച ഈ ആയത്തിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചിലപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്റ്റക്ക് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനിൽ നമ്മൾ മുമ്പ് കേട്ട ആ ഓത്ത് ഒന്നുകൂടെ ഇടാം. അപ്പൊ നമ്മളെ ഈ പണി കഴിയുമ്പോഴത്തേനും എന്താവും? നമ്മൾ ആ ആയത്ത് നമുക്ക് തറവായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു പെർഫെക്റ്റ് ടൈമിനെ കാത്തിക്കാതെ നമുക്ക് കിട്ടുന്ന ഒഴിവ് ടൈമൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക? ഫ്രീ ടൈമൊക്കെ നമ്മൾ ഖുർആന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ഇമാം മാലിക് അഥവാ മദ്ഹബുൽ മാലിക്കി, ഇമാം ഷാഫിഅ അല്ലെങ്കിൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ അഥവാ മദ്ഹബു ഷാഫിഈ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനം കുറിച്ചാൽ ഇമാം മാലിക്കും ഇമാം ഷാഫിഈന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ യതീമുകളായിരുന്നു. അവരെ ഉമ്മമാരാണ് അവരെ വളർത്തിയത്. സ്വാഭാവികമായിട്ടും എന്താണ് ഉമ്മ വളർത്തുന്ന സമയത്ത് ആ ഉമ്മ വർക്ക് ചെയ്തിട്ടും കൂടി ഉണ്ടാവും. അതായത് അവർക്ക് വേണ്ട അന്നം അല്ലെങ്കിൽ പഠനം ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സജ്ജീകരിച്ചു കൊടുക്കാനായിട്ട്, അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ കൊടുക്കാനായിട്ട്, ബുക്കുകൾ, എൽമ നേടാനുള്ള എല്ലാ കാര്യങ്ങളും അവർ സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഉമ്മമാര് ജസ്റ്റ് മക്കളെ തർബിയത്ത് മാത്രമല്ല, അവര് വർക്ക് ചെയ്യാൻ മാത്രമല്ല, അവരൊരു വീടിനെ കൊണ്ടു നടക്കാൻ മാത്രമല്ല, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർക്കൊപ്പം ഒരു ഹിഫ്ള് പഠിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് പിന്നീട് ഒരു ആലിമായി മാറാൻ തക്ക രൂപത്തിൽ അവരെ ഒരുക്കിയിരുന്നു. അങ്ങനെ ഒരു ഒരുക്കവും കൂടി നമ്മളെ വീട്ടിൽ നമ്മൾ അറിയാതെ നടക്കും എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിലെ 3ാമത്തെ ഹാഫിളയാണ്. അപ്പം എനിക്ക്
കേട്ട് പഠിച്ചിട്ടാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. അതായത് എനിക്ക് ചിലപ്പം ചില സമയത്ത് അമ്മ അനിൻ നബഇൽ എന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അദീം എന്ന് ഓതാൻ കഴിയും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ട് പഠിച്ചതാണ്. എങ്ങനെ? എൻ്റെ 2 ഏട്ടന്മാര് പഠിക്കുന്ന സമയത്ത് അവർ റിപ്പീറ്റ് ചെയ്യുന്ന ആയത്തുകൾ ലാസ്റ്റ് കാണാതെ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. നമ്മളിങ്ങനെ കാണാതെ ഓതുന്ന സമയത്ത്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓതുന്ന സമയത്ത് നമ്മളെ മക്കളും എന്ത് ചെയ്യും? അതിന്റെ ഓരോ ഭാഗങ്ങളെ ഹിഫ്ളാക്കും എന്നുള്ളതാണ്. അങ്ങനെ ഖുർആനിക അന്തരീക്ഷം നമ്മൾക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മൾ ഖുർആൻ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യല്ല, നമ്മളെ മാത്രമല്ല വളർത്തുന്നത്, നമ്മളെ ചുറ്റുമുള്ളവർക്കും കൂടി നമ്മൾ ബർക്കത്ത് നൽകാണ്. നമ്മളെ മക്കൾക്കും കൂടി നമ്മൾ വളരാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അവരെ ജീവിതത്തിലോട്ടേക്കും കൂടി ഒരു പ്രകാശം കൊണ്ടുവരികയാണ്. എന്നിങ്ങനെ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. തുർക്കിയിൽ ആദ്യം ഇസ്ലാമിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം പോയതിനു ശേഷം തിരിച്ചു പിടിക്കുന്നതിന്റെ ആദ്യ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് രഹസ്യമായി ഉമ്മമാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് ഉണ്ടായ ഒരു ജനറേഷനിൽ എന്തായി? ഖുർആന്റെ റിഫ്ലക്ഷൻ ഉണ്ടായി. അങ്ങനെ എന്തായി? ഖുർആന് അല്ലെങ്കിൽ ഖുർആനിന്റെ ആ ഒരു അമല് അവരുടെ ഇടയിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇസ്ലാമിക ജനറേഷൻ വളർന്നു വന്നു, അല്ലെങ്കിൽ മുസ്ലിം ജനറേഷൻ വളർന്നു വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുഹമ്മദ് യാസീന് ഒരു സൈന്യത്തിലോട്ടേക്ക് ഒരാൾ കടന്നു വരാനുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? മസ്ജിദ് സുമ്മ മുഅസ്കർ, അതായത് ആദ്യം പള്ളി, പിന്നെയാണ് എന്ത്? അല്ലെങ്കിൽ സൈന്യത്തിലോട്ടേക്കുള്ള കടന്നു കയറ്റം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ബിക്കോസ് ഖുർആൻ അറിയുന്ന, ഫജ്ർ നമസ്കാരം നമസ്കരിക്കുന്ന ഒരാൾ എന്താണ്? അള്ളാഹുവിന്റെ ഹിഫ്ളിലാണ്. പിന്നെ അവിടെ നിന്ന് എന്താണ്? അവൻ എവിടേക്ക് എത്തിയാലും അവിടെ പടച്ചോന്റെ ഹിഫ്ള് ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ മുഹമ്മദ് യാസീൻ ഉമ്മമാരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ നിങ്ങളെ മക്കളെ ഹാഫിളീങ്ങളാക്കണം. എന്തിനു വേണ്ടി? അവര് പിൽക്കാലത്ത് ഇസ്ലാമിക ഉമ്മത്തിന്റെ കാതകളാവും, അഥവാ കാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാരായിരിക്കും. അപ്പം നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം നമുക്കൊരു ജനറേഷനെയും കൂടി വളർത്തിക്കൊണ്ടുവരാൻ പറ്റണം. അത് നമുക്ക് ചിലപ്പം ചിലത് എഫേർട്ട് ഇല്ലാതെ വരും. എൻ്റെ ഒരു ഹിഫ്ള് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അവർ പഠിക്കുന്നതിന്റെ ഒരു കാരണം പറഞ്ഞത്, എനിക്ക് എൻ്റെ മക്കളോട് ഹിഫ്ള് പഠിക്കാൻ പറയണം, അതിന് ഞാൻ ആദ്യം ഹിഫ്ള് പഠിച്ചിട്ടുണ്ടാവണം എന്നാ അവർ പറഞ്ഞ. അതുകൊണ്ടാണ് അവർക്ക് 3 മക്കളുണ്ട്. അതിൽ ഒന്ന് കൈക്കുഞ്ഞാണ്. പക്ഷെ ദിവസവും അവർ വിളിക്കും, എനിക്ക് ഹിഫ്ള് ഓതിത്തരും. ചിലപ്പോൾ 1 ആയത്തായിരിക്കും, ചിലപ്പോൾ 2 ആയത്തായിരിക്കും. പക്ഷെ അവർ സ്റ്റിൽ ഹിഫ്ള് പഠിക്കുന്നുണ്ട്, റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ തീരുമാനങ്ങളാണ് എന്ത്? നമ്മളെ ഖുർആനിലോട്ടേക്ക് അടുപ്പിക്കുന്നതും അകറ്റുന്നതും. ഇമാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലിമാണ്. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫിഖ്ഹിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഗ്രന്ഥം രചിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രബലമായ അഭിപ്രായങ്ങളുള്ള ഒരു ആലിമാണ്. ഈ ആലിമ മരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞത്, ഞാൻ ഒരു കാര്യത്തിനെ ആലോചിച്ച് മാത്രമേ റിഗ്രറ്റ് ചെയ്യുന്നുള്ളൂ, ഖുർആനുമായി ഞാൻ ബന്ധപ്പെടാത്ത ടൈമിനെ ആലോചിച്ച് മാത്രമേ റിഗ്രറ്റ് ചെയ്യുന്നുള്ളൂ. പറയുമ്പം ആ ആലിമ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചതാണ്, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചതാണ്. പക്ഷെ ഖുർആനുമായി ബന്ധം എന്ന് പറയുന്നത് നമുക്ക് മനഃശാന്തി മാത്രമല്ല, നമ്മളെ ബുദ്ധിക്കും നമ്മളെ ശരീരത്തിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആ ഒരു ഹക്ക് നമ്മൾ നൽകണം. വലി നഫ്സിക്ക അലൈക്ക ഹക്ക്, നമ്മളെ നഫ്സ് നമുക്ക് നമ്മളെ ചുറ്റുള്ളവർക്ക് ഹക്കുകൾ കൊടുക്കുന്നതിനൊപ്പം തന്നെ വലിയ നഫ്സിക്ക അലൈക്ക ഹക്ക്, നമ്മളെ നഫ്സിന് നമ്മളെ മേലൊരു ഹക്കുണ്ട്. ആ ഒരു ഹക്കാണ് എന്ത്? ഖുർആൻ ഓതിയിട്ട് നൽകുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ച് നൽകുന്നത്. അപ്പം ഭക്ഷണം കഴിക്കുന്നത് പോലെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഖുർആൻ പഠിക്കുക, ഖുർആന്റെ അർത്ഥം അറിയുക, ഖുർആൻ കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പം നമ്മളെ ബിസി ഷെഡ്യൂളിൽ നമ്മൾ ഇതിനായിട്ട് ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നമസ്കാരം ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഓരോ നമസ്കാരം ഫജ്ർ മുതൽ തുടങ്ങി നമ്മൾ ഇശാ എത്തുന്നവരെ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ദിവസം ഇപ്പൊ ഒരു അവർ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ടൈമിലിരുന്ന് ഞാൻ ആദ്യം 1 ആയത്തിൽ തുടങ്ങാം, പിന്നെ 2 ആയത്തിലോട്ടേക്ക് എത്താം, പിന്നെ 3 ആയത്തിൽ, അങ്ങനെ പടിപടിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് GIOന്റെ കൂട്ടത്തിൽ എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടുകാരി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായി, നമുക്ക് കൂടെ പഠിച്ചത് ഓതിക്കൊടുക്കാനായി കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പം നമ്മൾ നമുക്കായിട്ട് ഒരു പെയറിനെ നിശ്ചയിക്കുക. ചിലപ്പോൾ അത് വീട്ടിൽ നിന്നായിരിക്കും, നമ്മളെ അനിയത്തിയായിരിക്കും, ചിലപ്പോൾ നമുക്ക് നമ്മളെ ഹസ്ബൻഡ് ആയിരിക്കും, ചിലപ്പോൾ എന്താണ് നമ്മളെ ജിയയോ ഒരു കൂടെ പരിചയപ്പെട്ട ഒരാളായിരിക്കും. അപ്പം എന്നിങ്ങനെ ഒരു പെയർ, ഒരാള് നമ്മളെ ഒരു കൂട്ടുകാരിയായി, ഒരു ഖുർആനിന് വേണ്ടി ഖുർആൻ പഠിക്കാനായി നമ്മൾ ഒരാളെ കൂടെ കൂട്ടുക. അവരോട് നമ്മൾ ഒരു ആയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ജസ്റ്റ് അവരെ അറിയിക്കുക, ഒരായത്ത് പഠിച്ചിട്ടുണ്ട്, ഇത് അവരെ അറിയിക്കുക റിയാഇന് വേണ്ടിയിട്ടല്ല. എന്താണ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ തിരിച്ച് നീ എന്ത് പഠിച്ചില്ല, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവിടെ നിന്ന് നമുക്ക് മോട്ടിവേഷൻ തരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുക. ചിലപ്പോൾ എന്താണ് നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സുഹ്ബ സാലിഹ, ഒരു നല്ല ഒരു കൂട്ടുകാരിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നിർത്തിയ ഖുർആൻ പഠനം അല്ലെങ്കിൽ തുടർച്ച തരാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ് അവരെ ഖുർആൻ ഓത്തുകൊണ്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ കഴിയും. എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ഒരു കൂട്ടുകാരിയെ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളെ മുസ്ഹഫ്, അതായത് നമ്മൾ പഠിക്കുന്ന ഖുർആന് നമ്മൾ എപ്പോഴും ആ ഖുർആനിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതായത് നമ്മൾ എപ്പോഴും വ്യത്യസ്ത ഖുർആനിൽ പഠിക്കുന്നതിന് ശേഷം പകരം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഖുർആൻ, ഈ ഖുർആൻ തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യേണ്ടത്, ഞാൻ ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠനം ഉദ്ദേശിക്കുന്ന സമയത്ത് എടുക്കേണ്ടത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണുന്നതില്, അതല്ലെങ്കിൽ നമ്മൾ ഒരു ആയത്തിനെ നോക്കി വായിക്കുന്ന സമയത്ത് നമുക്ക് മെമ്മറിയിൽ പതിയും അത്. അപ്പം ആ ഒരു പതിയൽ എന്താണ് 2, 3, 4 വട്ടം നമ്മൾ പറയുമ്പോൾ വായിക്കുമ്പോൾ എന്താണ് അത് നമ്മളെ ഹിഫ്ള് പഠിക്കാനും കൂടി സഹായകമാവും. ഹിഫ്ള് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു മുസ്ഹഫ് തന്നെ അവലംബിക്കാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഒരു തഫ്സീർ തന്നെ, പല തഫ്സീറുകളിലൂടേക്കും നമ്മൾ മാറിക്കളിക്കാതെ ഒരു തഫ്സീർ തന്നെ ആദ്യം അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുക. പിന്നെ അടുത്ത തഫ്സീറുകളിലോട്ടേക്കും അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ഹിഫ്ളുകളിലോട്ടേക്കൊക്കെ പോവാം. അതായത് ഹാഫിളമാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ എന്താണ് മുത്തശാബിഹാത്ത് വൈസ് പഠിക്കൽ കുറച്ചുകൂടെ എളുപ്പമാക്കും. അതായത് ഖുർആനിൽ ഒരേപോലുള്ള ആയത്തുകൾ ഒരുപാടുണ്ട്. അപ്പൊ ആ ഒരേപോലുള്ള ആയത്തുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുമിച്ച് വെച്ച് നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒഴിവാകും. ഇത് ഹാഫിളമാരായിട്ടുള്ളവര് ഇനി അവർക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് അവർ ഫുൾ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ, അതായത് ഹിഫ്ള് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് നമ്മളിപ്പം ഒരു കോളേജ് കഴിഞ്ഞ പോലെ, അല്ലെങ്കിൽ എന്താണ് നമ്മളെ സ്കൂൾ പഠനം കഴിഞ്ഞതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് മരണം വരെ കൂടെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ ഇന്നൊരായത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആയത്ത് ഞാൻ മരണം വരെ ഞാൻ കൊണ്ട് നടക്കും ഇൻഷാ അല്ലാഹ്. അതായത് അത് ഒരിക്കലും എന്താണ് ബുദ്ധിമുട്ടല്ല, അത് എൻ്റെ ആവശ്യമാണ്. ബിക്കോസ് എനിക്ക് മനഃശാന്തി ആവശ്യമാണ്, എനിക്ക് സമാധാനം ആവശ്യമാണ്, എനിക്ക് എല്ലാ തരത്തിലും എല്ലാ ഇടങ്ങേറുകളിൽ നിന്നുള്ള മോചനം ആവശ്യമാണ്. അവിടെയാണ് എനിക്ക് ഖുർആന് ഒരു വലിയ കൂട്ടാവുന്നത്, ഖുർആൻ ഒരു വലിയ സപ്പോർട്ടാവുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഓരോ ആയത്തിനെയും നമ്മൾ ഖിയാമത്ത് നാൾ നമ്മൾ മരണം വരെ നമ്മൾ നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. ബിക്കോസ് നമ്മൾ അറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഖിയാമത്ത് നാൾ എത്തുന്ന സമയത്ത് ഒരു പ്രവൃത്തിയും കനം തോന്നിയില്ലെങ്കിലും ഈ പഠിച്ച ഖുർആന് നമുക്ക് എന്താണ് സ്വർഗത്തിൽ എത്താൻ മാത്രം നമ്മളെ തുലാസിൽ കനം തൂങ്ങും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവനെ നിങ്ങൾ സ്വർഗത്തിലോട്ടേക്ക് കടത്തണം എന്ന് പടച്ചവനോട് വാദിക്കാനായി, പടച്ചവനോട് ശഫാഅത്ത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഉണ്ടാവും, നമ്മൾ പഠിച്ച സൂറത്തുകളും നമ്മൾ പഠിച്ച ആയത്തുകളും നമുക്ക് ഉണ്ടാവും. അപ്പം ജസ്റ്റ് നമുക്ക് ഖുർആന് ദുനിയാവിൽ മാത്രമല്ല ഒരു കൂട്ട്, എവിടെ ഉണ്ടാവും, നമുക്ക് ഖബറിൽ കൂട്ടായിട്ടുണ്ടാവും, പ്രകാശമായിട്ടുണ്ടാവും. അതിനോടൊപ്പം നമുക്ക് വിചാരണ ചെയ്യുന്ന നാളില് പടച്ചവനോട് നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ, ഇവനെ സ്വർഗത്തിലേക്ക് കയറ്റണം എന്ന് പറയാനായിട്ട് നമുക്ക് എന്തുണ്ടാവും, നമുക്കൊരു കൂട്ടായിട്ടുണ്ടാവും. ഇതിലുപരി നമ്മൾ ദുനിയാവിൽ നമ്മളല്ലോ ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുണ്ടാവുക എന്നുള്ളത് എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും സഹായകമാവുന്ന ഒരു കാര്യമാണ് ഹിഫ്ള് പഠിക്കാൻ. ആ ഹിഫ്ള് പഠിക്കുന്ന ആ ഒരു സുഹൃത്ത് സ്വർഗത്തിലുണ്ടെങ്കിൽ ആ സ്വർഗത്തിലുള്ള സുഹൃത്തിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ തട്ടുകൾ ഉയർത്താൻ, എന്നെ അവരിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പടച്ചവനോട് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ പറ്റും. അപ്പം എന്നിങ്ങനെ ഖുർആന് എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിന് നഷ്ടമല്ല, പകരം എന്താണ് നമുക്ക് നമ്മളെ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ എന്താണ് വിജയിച്ചവരെ കൂട്ടത്തിൽ എത്താനുള്ള ഒരു ആയുധമാണ്. അപ്പം ഈ ഖുർആനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ജീവിത ശൈലിയായി, നമ്മളെ
ഒരു ഹാബിറ്റ് ആയി കൊണ്ട് നടക്കാൻ പറ്റും. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ മുമ്പിൽ വെക്കാണ്. അതായത് ഫലസ്തീനികളെ നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റിൽ ഫലസ്തീനി ഹാഫിളമാരെന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞു മക്കളെ ഹാഫിളായവരെ കാണാൻ പറ്റും. അവർക്ക് നമുക്കുള്ള സൗകര്യങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് ടെന്റുകളാണുള്ളത്. അതും 5ഓ 6ഓ വട്ടം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ടേക്ക് കുടിയേറ്റം ചെയ്യപ്പെട്ടവർ, അല്ലെങ്കിൽ സ്ഥലം മാറ്റപ്പെട്ടവർ, അല്ലെങ്കിൽ ഉമ്മനെയും ഉപ്പനെയും ഒക്കെ നഷ്ടപ്പെട്ടവർ. ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞിട്ട് പോലും അവർക്ക് ഒരു 10 വയസ്സാകുമ്പോഴത്തേനും അവർക്ക് ഹിഫ്ള് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം എവിടെയോ നമുക്ക് ഉണ്ടാക്കാതെ, നമ്മൾ ആലോചിക്കാത്തത്ര അവർ ആലോചിക്കുന്നുണ്ട്. എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അവര് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഈമാൻ അടിത്തറയോടുകൂടി യക്കീനുറപ്പോടുകൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും വലിയ ശത്രുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കാനും അതുപോലെ തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള എന്ത് നിയമങ്ങൾ പാലിക്കുമ്പോഴും ഒരു ഇടങ്ങേറുമില്ലാതെ, ഒരു നാണക്കേടും ഇല്ലാതെ നമുക്ക് പാലിക്കണം എന്നുണ്ടെങ്കിൽ ഖുർആൻ നമ്മൾ മുറുകെ പിടിച്ചത് കൊണ്ട് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഇത് എന്തിനു ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും റിസ്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തിനെടുക്കണം, അതിനുള്ള ഓരോ ഉത്തരവും നമുക്ക് ഖുർആൻ ഓതുമ്പോൾ നമുക്ക് കിട്ടും. ഞാൻ പലപ്പോഴും ഹിഫ്ള് പഠിക്കാത്തവരായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം ഖുർആൻ ഓതുന്നവർ പറയുന്നവർക്ക് സ്ഥിരം അർത്ഥം അറിഞ്ഞ് വായിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന് ഞാൻ ഓതിയ ആയത്ത് എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പറയുമ്പോൾ ഖുർആൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാ, പക്ഷെ മനുഷ്യന്മാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ ആയത്തും നമ്മളോട് സംസാരിക്കുന്ന, നമുക്ക് ആവശ്യമായിട്ട് എന്തോ തരുന്നുണ്ട്. അതിനെ നമ്മൾ അറിയണം. അതിനെ നമ്മൾ ഒരിക്കലും അറിയാതെ പോകരുത്. അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അത്. അപ്പം ഈ ഒരു നഷ്ടം ഇല്ലാതിരിക്കാൻ, യാ ലൈതനി ഖദ്ദംതു ലിഹയാത്തി ആണ്, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ്? മരണം വന്നെത്തുന്ന സമയത്ത്. ആ സമയത്ത് നമ്മൾ അങ്ങനെ ആശിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം അതെത്തുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ ചെയ്തു വെക്കാം. അത് ഹിഫ്ള് പഠിക്കുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ ഹിഫ്ള് പഠിച്ച് നമ്മളെ മക്കളെ അത് പഠിപ്പിച്ച് അത് നമ്മൾ മരിച്ചാലും നമുക്ക് എത്തുന്ന ഒരു അജ്റായി, ഹസനത്തും ജാരിയായി നമുക്ക് അവിടെ നിലകൊള്ളും. എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഒരു സ്വപ്നമായിരുന്നു അവരെ മക്കളെ ഹാഫിളാക്കുക എന്നുള്ളത്. അവർ പരമാവധി ശ്രമിച്ചു. അവർ ജസ്റ്റ് കാരികളായിരുന്നു, അവർ ഹാഫിളീങ്ങളായിരുന്നില്ല. പക്ഷെ ആ ഒരു നീയത്തിന് അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു ആ ഒരു നീയത്ത് അവർക്കത് പൂർത്തീകരിച്ചു കൊടുക്കാം എന്നുള്ള നിലക്ക് ആ 5ൽ 4 മക്കൾ ഇപ്പൊ ഹാഫിൾമാരാണ്. 5ാമത്തെ ആളാണ് ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു നീയത്ത് എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പടച്ചവൻ എന്ത് ചെയ്യും? അത് പൂർത്തിയാക്കി തരും. അപ്പം ജസ്റ്റ് നമുക്ക് ചിലപ്പോൾ അതിനുള്ള ചില യോഗ്യതകൾ കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതില്ലായിരിക്കാം. നമ്മളത് പരമാവധി ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇനി വരുന്ന ജനറേഷന് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ഇസ്മായിൽ ഹനിയ ഖുർആനിനെ കുറിച്ച് പറയുന്ന ഒരു നസീഹത്തുണ്ട്, അൽ ഖുർആനു ഹുവ റഅസുൽ മാലുൽ ഹഖീഖി. എന്താണ്? ഖുർആനാണ് ഏറ്റവും നല്ല ക്യാപിറ്റൽ, ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള ക്യാപിറ്റൽ. ദുനിയാവിൽ എന്തും നശിച്ചു പോവാം, നമുക്കുള്ള സമ്പത്ത് നശിച്ചു പോവാം, നമുക്കുള്ള സൗകര്യങ്ങൾ നശിച്ചു പോവാം, നമുക്കുള്ള നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരടക്കം നശിച്ചു പോവാം, നമുക്ക് ഇഷ്ടപ്പെടുന്നവര് നശിച്ചു പോവാം, മരണപ്പെട്ടു പോവാം. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ക്യാപിറ്റല് ഖുർആനായിരിക്കും. ആ ക്യാപിറ്റൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാം. പടച്ചോൻ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയട്ടെ. അല്ലാഹുമ്മ ഇന്ന അബീദുക് ബനു അബീദിക് ബനു ഇമാഇക് നവാസീന ബിയദിക് മാദിൻ ഫീന ഹുക്മുക് അദ്ലും ഫീന ഖദാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അൻസൽതഹു ഫീ കിതാബിക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക് അൻ തജ്അൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ അഹ്സാനിന വദഹാബ ഹുമൂമിന. ഖുർആനിനെ കൊണ്ട് ജീവിക്കുന്നവരും അതിന് മരിക്കുന്നവരുമായി പടച്ചോൻ നമ്മളെ മാറ്റട്ടെ. നമ്മളെ ജീവിതത്തിൽ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹവും തൗഫീഖും പടച്ചോൻ തന്നെ അനുഗ്രഹിക്കട്ടെ.
اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.